സ്ത്രീകളില്ലെങ്കിൽ നമ്മളുണ്ടോ? അതെ അതെ. അമ്മമാര് പ്രസവിക്കുന്നില്ല നമ്മളെ. അതെ അതെ. പുരുഷന്മാര് ജനനത്തിന് ഇത് കാരണക്കാരാകുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ ഗർഭധാരണം നടത്തി 10 മാസം ചുമന്ന് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നല്ല അമ്മമാരല്ല, സ്ത്രീകളല്ലേ. അപ്പം അവരെ സമൂഹത്തിന്റെ ഭാഗം അവരെ ഒഴിവാക്കാനൊന്നും ഒരു കാരണവശാലും ആർക്കും കഴിയില്ലല്ലോ. നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ സഹോദരങ്ങളായി സഹോദരിമാരായി പിന്നെ വിവാഹം കഴിച്ചു, ഭാര്യയായി, കുട്ടികളായി, ഇങ്ങനെയൊക്കെയല്ലേ കുടുംബം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സ്ത്രീകൾ എന്തുകൊണ്ടും നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത അമ്മ എന്ന് പറയുന്ന ഒഴിവാക്കാൻ കഴിയുമോ? ഒരിക്കലും പറ്റില്ല. അത് പിന്നെ എന്താണ് മണിയാശൻ സ്ത്രീ വിരുദ്ധനാണ്, സ്ത്രീ വിരോധിയാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്? ഓട്ടോ പറയുന്നത് എന്നെ അറിയാൻ മേലാത്തൊരു വിഡിത്തം പറയുന്നത്. അല്ല, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിലായിരുന്നു അതൊക്കെ ഉണ്ടായത്. അപ്പൊ തിരിച്ചു ചോദിച്ചു, നിങ്ങളൊരു സ്ത്രീയാന്ന് പറയാൻ തോന്നില്ല ഒരു ചർച്ചയില്. അത് ചില ആളുകളുണ്ട്, എന്നോട്ടാ ഞാൻ സ്ത്രീ വിരുദ്ധനാണെന്നുണ്ടോ? എന്നെ അമ്മ പ്രസവിച്ചതല്ലേ, അമ്മ പാലൂട്ടിയതല്ലേ, അമ്മ വളർത്തിയതല്ലേ, എനിക്ക് ഭാര്യയില്ലേ, മക്കളില്ലേ, അതും 5 പെൺപിള്ളേരേ ഉള്ളു എനിക്ക്. ഞാൻ എങ്ങനെയാ സ്ത്രീവിരുദ്ധനാകുന്നത്? സ്ത്രീവിരുദ്ധനൊന്നുമല്ല, ചില കാര്യങ്ങൾ നമ്മൾ പറയും, തുറന്നു പറയും, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ സ്ത്രീവിരുദ്ധനാകുന്ന എങ്ങനെ? സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതത്തിൽ അതിപ്രധാനമല്ലേ. ജന്മം നൽകുന്നത് അവരല്ലേ. പുരുഷനുള്ള പങ്കെന്ന് പറഞ്ഞാൽ ജന്മം നൽകാൻ കാരണഭൂതനാകുന്നു എന്നുള്ളതേ ഉള്ളൂ. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നത്, ത്യാഗം സഹിക്കുന്ന അമ്മമാരാണ്, സ്ത്രീയാണ്, സ്ത്രീ സമൂഹമാണ്, ഇല്ലേ? ആ സ്ത്രീയെ ഒഴിവാക്കിക്കൊണ്ട് ഏത് സമൂഹം എങ്ങനെ പോകും? അവരെ ബഹുമാനിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ചില വാക്കുകൾ മണിയാശാൻ പറയുമ്പോഴും അത് വിവാദത്തിലേക്ക് പോകുന്നു. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. വളച്ചൊടിക്കുന്നതാണോ? ഞാൻ വലിയ പണ്ഡിതനൊന്നും അല്ലല്ലോ, ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരൻ. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഭാഷ, നമ്മുടേതായ ശൈലി മാറ്റില്ല. ശൈലി അത് മാറുന്നില്ല. അത് മാറിയാൽ മണിയാശാൻ അല്ലാതെ ഞാനാകുകയല്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആയി അല്ലേ വന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും സ്ത്രീവിരുദ്ധനാകത്തില്ല. എന്നെ ഒരമ്മ പ്രസവിച്ചതാണ്. എനിക്ക് സഹോദരിമാരുണ്ട്. എനിക്ക് ആൺകുട്ടികളില്ല, പെൺകുട്ടികളാണുള്ളത്. 5 പെൺമക്കളുടെ പിതാവാണ് ഞാൻ പിന്നെ സ്ത്രീവിരുദ്ധനാകുന്നത് എങ്ങനെ? പറയുന്നത് ഏതോ വിഡ്ഢികളുടെ ലോകത്താണോ പറയുന്നത്? ഇത് അങ്ങനെ ഒരു വിഷയമില്ല, അങ്ങനെ ഒരു വിഷയമില്ല. സ്ത്രീവിരുദ്ധനല്ല, പുരുഷവിരുദ്ധനുമല്ല, രണ്ടുമല്ല. സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ, മനുഷ്യ സമൂഹത്തിൻ്റെ, മാനവരാശിയുടെ ഘടകമല്ലേ. സ്ത്രീയും പുരുഷനും ചേർന്നല്ലേ ഈ സമൂഹത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. ആദിമകാലത്തെ നമുക്കൊന്ന് സങ്കല്പിക്കാം. ആദിമകാലത്ത് സ്ത്രീയും പുരുഷനും ഇണചേർന്നല്ലേ കുട്ടികളുണ്ടായത്. അങ്ങനെ അത് പെരുകി വന്നോന്നല്ലേ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ പിന്നെ സ്ത്രീ എങ്ങനെ നിഷിദ്ധമാകും? എങ്ങനെ നമുക്ക് വിരോധിക്കാൻ കഴിയും അവരെ? പുരുഷനെ എങ്ങനെ നമുക്ക് നിഷേധിക്കാൻ കഴിയും? അപ്പോൾ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ അതിപ്രധാനമായ ഘടകമാണ്. സ്ത്രീയും പുരുഷനും ഒന്നായാൽ മാത്രമേ സമൂഹം മുന്നോട്ട് പോവുകയുള്ളൂ, അല്ലാതെ പോവില്ല. സ്ത്രീയും പുരുഷനും, ഞാൻ പറയാം, പുരുഷനില്ലെങ്കിൽ ഈ സന്താനോൽപാദനം നടക്കില്ല. സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷൻ തന്നെ ആയാലും നടക്കില്ല. അപ്പോൾ സ്ത്രീയും പുരുഷനും ചേർന്നാണ് സന്താനോൽപാദനം നടത്തുക. അത് പുരുഷ കുട്ടികളെയും ആൺകുട്ടികളെയും പെൺകുട്ടികൾക്കും ജന്മം നൽകുന്ന അങ്ങനെയാണ് പാരമ്പര്യമായി തന്നെ സമൂഹം, ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരു ഘടകത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഏതെങ്കിലും സ്ത്രീ തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് സ്ത്രീ സമൂഹം ആകെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പുരുഷൻ തെറ്റ് ചെയ്തെന്നോട്ട് ആകെ പുരുഷ സമൂഹം തെറ്റാണെന്ന് പറയുന്നതും തെറ്റാണ്. തീർച്ചയായും അങ്ങനൊന്നും എനിക്ക് അതിനോടൊന്നും യോജിപ്പൊന്നുമില്ല. മണിയാശൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നീട് അത് വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ടോ? പറഞ്ഞ കാര്യം വേണ്ടായിരുന്നു, അങ്ങനൊന്നും തോന്നാറില്ല. ഒരു കാര്യം അങ്ങനെ തോന്നിയിട്ടില്ല.
തിരുത്താൻ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും? അടുത്ത സുഹൃത്തുക്കൾ ലാഷാൻ പറഞ്ഞത് വേണ്ടായിരുന്നു ലാഷാനെ, ചുമ്മാ സൗഹൃദത്തിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞതൊക്കെ അന്നേരം പറഞ്ഞത് തന്നെയാണ്. തിരുത്തൂല? അത് പിന്നെ പറഞ്ഞ എന്തെങ്കിലും തിരുത്തണം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞതാ? പിന്നല്ലേ, അല്ലെ പിന്നെ അതിന് മാത്രം അബദ്ധം പറ്റിയെന്ന് എനിക്ക് തോന്നണം. അങ്ങനെ അബദ്ധം പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ മണിയാശ? അബദ്ധം പറ്റിയതെന്നോ പറയാനൊന്നും അങ്ങനെയൊന്നും ഇല്ലാന്നോ അങ്ങനെ പറഞ്ഞ് തിരുത്തിയിട്ടില്ലല്ലോ. എൻ്റെ പേര് കേസ്, പൊക്കാറ്, അറസ്റ്റ് ഇതെല്ലാം ഉണ്ടായാലും ഞാനൊന്നും പറഞ്ഞു തിരുത്തിയിട്ടൊന്നുമില്ല. അതൊക്കെ അതൊരു പ്രസംഗം ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഉറച്ചു നോക്കിയിട്ടുണ്ട്. മാറിയിട്ടില്ല? ഇല്ല, അതിന്റെ കാര്യമില്ല. ഈ മണിയാശനെ തിരുത്താൻ ശ്രമിക്കുന്നവരോട് എന്താ പറയാറുള്ളത്? എന്നെ തിരുത്താൻ ശ്രമിക്കുന്നവർ അവര് പറയും, അവരുടേതായ അഭിപ്രായം പറയും. അപ്പൊ ഞാൻ നമ്മുടേതായ വീക്ഷണങ്ങളും പറയും, തുറന്നു പറഞ്ഞു കൊടുക്കും. പിന്നെ അവരെ തിരുത്തും. അവരെ തിരുത്തണമെന്നൊന്നും എനിക്ക് ബന്ധമൊന്നുമില്ല. അവർ തിരുത്താൻ ഞാനാരാ? അവര് തിരുത്തണം. ഈ ഓരോരുത്തരും സമൂഹത്തെ പറ്റിയും സാമൂഹ്യ ജീവിതത്തെ പറ്റിയും സഹജീവികളെ പറ്റിയും അവരവരുടേതായ വീക്ഷണവും കാഴ്ചപ്പാടും ഉണ്ട്. തീർച്ചയാണ്. അത് അവർ വെച്ച് പുലർത്തുകയും പ്രകടിപ്പിക്കേണ്ട ഘട്ടം വരുമ്പോൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? അതിനകത്ത് ചിലപ്പം ഗുണവും കാണും, ചില ദോഷങ്ങളും കാണും. ഗുണദോഷ സമ്മിശ്രമാണല്ലോ എല്ലാം. അതെ. ഗുണവും ദോഷവും ഇല്ലാതെ ശരി മാത്രമായി ഒന്നുണ്ടോ? ഇല്ല. ദോഷം മാത്രമായി ഒന്നുമില്ല. അപ്പം ഗുണവും ദോഷവും എന്ന് പറയുന്നത് സമ്മിശ്രം തന്നെയാണ്. പിന്നെ പരമാവധി നമ്മൾ ദോഷം വരാതെ നോക്കി പ്രവർത്തിക്കുക, പ്രതികരിക്കുക, പോവുക. അതാണ് ശരിയായ വഴി. അതാണ് ആ യാത്രയിലൂടെയാണ് ഇപ്പൊ മണിയാശ. മാത്രമേ ഉള്ളൂ. അല്ല, നമ്മൾ കേട്ടുകേൾവി ഇല്ലാത്ത സംഭവങ്ങളാണ് ഗവർണറിൽ നിന്നുണ്ടായിരിക്കുക. ഒന്നാം നയപ്രഖ്യാപന പ്രസംഗത്തെ 1.5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മൾ കേട്ടുകേൾവി നമ്മുടെ ചരിത്രത്തിൽ എൻ്റെ ഒന്നും ഓർമ്മയിലുണ്ടായിട്ടില്ല. ഇല്ല. ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തെരുവിലിറങ്ങുന്നു, പരസ്യമായിട്ട് തെരുവിലിറങ്ങുന്നു. കഴിഞ്ഞ ദിവസത്തെ കൊല്ലത്തേക്ക് അയാളൊരു വൃത്തികെട്ട സാധനമാണെന്നുള്ളതിന് ഇതിനപ്പുറം എന്താ തെളിവ്? ഞാൻ പറയാം, പിള്ളേര് വനങ്ങോട്ട് കാണിക്കുകയെല്ലാം ചെയ്ത് അയാളുടെ പാട്ടിന് പോകണ്ട, അയാൾക്ക് സെക്യൂരിറ്റി ഏർപ്പാടുള്ളതല്ലേ, അയാൾ അന്നേരം അങ്ങ് ഇറങ്ങുക. അപ്പം ഒരു ഗുണ്ടയുടെ സ്വഭാവം അന്ന് എടുത്ത് തനി ഗുണ്ട രാജഭവനിൽ വഴിച്ചിരിക്കുക. ആരാ? BJP-ക്കാർ. അല്ല പിന്നെ എന്നാ പിള്ളേർ എന്തേലും കോലം കാണിക്കുന്നെന്നും പറഞ്ഞ് അവരത് ഇങ്ങേത് മൈൻഡ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ല. പുള്ളിക്ക് സെക്യൂരിറ്റിയും സംരക്ഷണവും എല്ലാം ഉണ്ടല്ലോ. അതിനനുസരിച്ച് പുള്ളി പോകേണ്ട കാര്യമുള്ളൂ. പിള്ളേരോ സിന്ധവാദം വിളിച്ചാൽ ഞാൻ ചോദിക്കട്ടെ, അയാളെ ഇത്ര വലിയ ദൈവമാണോ? എല്ലാവരും അംഗീകരിക്കാം, ഭയഭക്തിയോടുകൂടി ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുക. അയാൾ വിഡ്ഢിയാണ്, പമ്പര വിഡ്ഢി. അതുകൊണ്ട് പിള്ളേർ പ്രതിഷേധിച്ചെന്നിരിക്കുക. അവർ പ്രതിഷേധിച്ച് പോകേണ്ടതുണ്ട്. പുള്ളിക്ക് സെക്യൂരിറ്റി ഏർപ്പാടുള്ളൂ, പുള്ളി വഴിക്ക് പോകേണ്ട കാര്യമില്ലേ ഉള്ളൂ. ഞാൻ പറയാം, ഞാൻ മന്ത്രിയായിരുന്നു. ആരെങ്കിലും എന്നെ കരിങ്കൊടി കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ വഴിക്ക് പോകും. ഇവര് മുദ്രാവാക്യം വിളിച്ചേക്കണ എത്രയോ മീറ്റർ ഇപ്പറയാണ് പുള്ളി ഇറങ്ങിയത്. വിഷ്വൽ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണുകയും ചെയ്യാമായിരുന്നു. പിന്നെ അത് അയാളൊരു എന്താ പുള്ളിയെ പറ്റി പറയേണ്ടത് എനിക്കറിയില്ല.